നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെയും വാർത്തകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ളത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അവരുടെ ഗതികേടിനെ കുറിച്ച് തന്നെയാണ്. കാര്യം ഏകദേശം 50-ൽ കൂടുതൽ ദിവസമാണ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മന്ത്രിമാര് തേരാപ്പാര പോകുന്ന വഴിയിൽ അവർ പൊരി വെയിലത്ത് സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളും പത്രങ്ങളും സോഷ്യൽ മീഡിയയിലും മൊത്തം തരംഗമാകിയതാണ് ഈ പറയുന്ന CPOയുടെ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉദ്യോഗാർത്ഥികളുടെ ഏകദേശം 10,000-ൽ കൂടുതലുള്ള ഉദ്യോഗാർത്ഥികളുടെ സമരവും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ. പക്ഷേ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. റാങ്ക് ലിസ്റ്റ് ചെറുതാക്കുന്നത് ഉദ്യോഗാർത്ഥികളെ മൊത്തം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള പ്രസ്താവനയൊക്കെ കഴിഞ്ഞ ചെയർമാനും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് യാതൊന്നും സിവിൽ പോലീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ വിഷമജനകമായിട്ടുള്ള കാര്യമാണ്. കാര്യം ഒരു കുടുംബത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഉദ്യോഗാർത്ഥികളും അവിടെ വന്ന് കിടക്കുന്നത്. ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ സിവിൽ പോലീസ് ഓഫീസർ, ഇപ്പൊ ഈ വെയിൽ കൊള്ളുന്ന സിവിൽ പോലീസ് ഓഫീസറിലെ ഉദ്യോഗാർത്ഥികൾ. അപ്പൊ ഈ പറയുന്ന കണക്കിന് പ്രിലിംസും മെയിൻസും ഫിസിക്കലും എൻട്രൻസും അതുപോലെ തന്നെ വീണ്ടും മെഡിക്കലും ഒക്കെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് അവരുടെ ഏകദേശം ജീവിതത്തിലെ 2-3 വർഷം നശിപ്പിച്ച ശേഷം ഒന്നുമല്ലാതാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോ ചെയ്തിട്ടുള്ളത്. അപ്പോ പറയുന്ന പോലെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിറങ്ങുമ്പോൾ പതിവരെ നിങ്ങൾ തലമുറക്കാരെന്നൊക്കെ പറഞ്ഞ് കവിത ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. എന്തായാലും ചെയ്തത് നന്നായിട്ടുണ്ട്. ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ മാസം തന്നെ ഏപ്രിൽ 2nd വീക്ക് 12-ാം തീയതി എന്തോ ഈ പറയുന്ന നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്തായാലും നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ഇനിയും എന്ത് ചെയ്യുക, കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ കയറുന്ന ഉദ്യോഗാർത്ഥികളെ ഇനിയും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മെനഞ്ഞാന്നൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. 1-ാം റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ 1-ാമത്തെ റാങ്ക് കിട്ടിയ ആളും കുത്തിയിരിപ്പ് സമരം നടത്തിയിട്ടാണ് ജോലി വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയും ഗതികേടിലോട്ട് എന്ത് ചെയ്തു, നിലവിലത്തെ അവസ്ഥകൾ നിങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. ഇതുപോലുള്ള നല്ല ജനഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇനിയും ചെയ്ത് ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് നോക്കുക. അപ്പൊ എന്തായാലും ഇതിനകത്ത് പറയുന്നുണ്ട് ലിസ്റ്റിന്റെ കാലാവധി ഏപ്രിൽ 12 വരെ എന്ന് പറയുന്നുണ്ട്. ലിസ്റ്റിൽ ഉൾപ്പെട്ട 68% പേർക്ക് നിയമനം ഉണ്ടായിട്ടില്ല. ഓക്കെ, നല്ല കാര്യമാണ്. അടുത്ത സിവിൽ പോലീസ് ഓഫീസറിൽ 97 ഒഴിവുകളോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. IRB പോലീസിന്റെ റെഗുലറിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. 924 പേരാണ് റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സർജന്റെ ഷോർട്ട് ലിസ്റ്റ് വെട്ടി നിരത്തിയെന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ സെക്യൂരിറ്റി ഓഫീസർ ആകാൻ ഒരാൾ മാത്രമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ 1-ാം ഘട്ട നിയമനം 1038 പേർക്കാണ്. നമ്മുടെ LP UPSCയുടെ തിരുവനന്തപുരത്ത് 36 പേർക്ക് കൂടി നിയമനം വരുന്നുണ്ട്. കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിന്റെ നിയമന ശുപാർശ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. ഫയർമാനിലേക്ക് 10 നിയമന ശുപാർശകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേസർ ഓവർസിയറിന്റെ 31 നിയമനങ്ങൾ കൂടി നിലവിൽ വരാനായിട്ട് നമ്മുടെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള ബാങ്കിന്റെ വിജ്ഞാപനം ഏപ്രിൽ 1-ാം തീയതി വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഏപ്രിൽ ഫുൾ ആക്കിയ ഒരു വിജ്ഞാപനമാണ് നമ്മുടെ ഈ പറയുന്ന കേരള ബാങ്കിൻ്റെത്. അത് നമ്മുടെ ആരൊക്കെയോ ചേർന്നിട്ട് കേരള ബാങ്കിന്റെ മറ്റേ ആപ്ലിക്കേഷൻ വരുന്ന സമയമാകുമ്പോഴത്തേക്കും PSC അപ്പീലിന് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ സ്റ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരായിട്ട് കേരള PSC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പീലിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കേരള ബാങ്കിന്റെ കാര്യത്തിൽ നിലവിൽ ഇതൊരു തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പൊ എന്തായാലും അതൊക്കെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ 3 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ കേസ് പറഞ്ഞാൽ വൻ കോമഡിയാണ്. കാര്യം റാങ്ക് ലിസ്റ്റിൽ ഇപ്പൊ ആളില്ല. എൻട്രൻസും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ആൾ പോലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിനകത്തില്ല. അതാണ് അതിന്റെ കോമഡി. അവിടെ നമ്മുടെ മെയിലെ PSCയുടെ ഇന്റർവ്യൂ പ്രോഗ്രാം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ HSC മലയാളം വകുപ്പ് നിയമന ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ വകുപ്പ് സെക്രട്ടറിയെ ജയിലിലാക്കുമെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത അവിടെ പ്രശ്നം നടക്കുന്നത്. അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ ഓഫീസറിന്റെ 11 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു 100 ചോദ്യം ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് അവസാനം വരുമ്പോഴത്തേക്കും 10-20 ചോദ്യമൊക്കെയാണ് എടുത്ത് കളയുന്നത്. നമ്മുടെ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്കും അതിന്റെ കാര്യത്തിൽ ഇതിനേക്കാളും മെയിൻ കോമഡിയാണ്. അപ്പോൾ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാക്കിയാൽ പകുതിയിൽ കൂടുതൽ ചോദ്യം തെറ്റ്. മറ്റേ GKയിലും പകുതിയിൽ കൂടുതൽ ചോദ്യം തെറ്റ്. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് തമ്പുരാന് മാത്രം അറിയാം. അങ്ങനെ ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവരും പോകുന്നത്. 100 ചോദ്യം ഉണ്ടാക്കുന്ന പോലെ നേരെ ഉണ്ടാക്കാൻ അറിയത്തില്ല.
അടുത്ത നമ്മുടെ 39 തസ്തികയിലേക്ക് PSCയുടെ വിജ്ഞാപനം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഗസറ്റ് തീയതി 1/4/2024. ഇതിനകത്താണ് നമ്മൾ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറഞ്ഞിട്ടൊരു തസ്തികയ്ക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇതിന്റെ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ആവശ്യമുള്ളത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തസ്തികകൾ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ PSC പ്രൊഫൈൽ എടുത്ത് നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻസ് ഏതെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റിന്റെ തീയതി കൊണ്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് May 2 ആണ്. May 1 രാത്രി May 2 രാവിലേക്ക് ആകുമ്പോഴത്തേക്ക് എടുത്ത് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. PSCയുടെ സൈറ്റ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. അവസാനം അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് പോകരുത്. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് ആ ഒരു ബാധ്യത ഒഴിവാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ്, മിക്സിംഗ് നമ്മുടെ സൂപ്പർവൈസറിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓഡിയോ ടെക്നീഷ്യൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് തസ്തികകളാണ് വരുന്നത്. അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള 22 തസ്തികയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള 7 തസ്തികയിലേക്കുള്ള അർഹതാ ലിസ്റ്റ് വരുന്നുണ്ട്. 3 തസ്തികയിലേക്കുള്ള സാധ്യതാ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. PSC ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന അപ്ഡേറ്റുകളെയും കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. പരീക്ഷകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ പറയുന്ന 39 തസ്തികകളുടെ ഒരു പേജ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സിവിൽ പോലീസ് ഓഫീസറിനെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിനെയും ക്ലാസ്സുകൾ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊരു കോഴ്സ് രൂപയാണ് ഞാൻ എടുത്ത് വരുന്നത്. അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 500 രൂപയാണ് പേയ്മെന്റ് ആയിട്ടുള്ളത്. ഈ 500 രൂപ നിങ്ങൾ ഈ പറയുന്ന നമ്പറിലേക്ക് 999611 നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് കഴിയുമെന്നാണ് തോന്നുന്നത്. ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക കേട്ടോ. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 9996116927 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾ അതേ ദിവസം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ CPO ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ, നോട്ട്സ്, മെറ്റീരിയൽസ്, PDF മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകൾ എല്ലാം ഈ പറയുന്ന ഗ്രൂപ്പിനകത്തായിരിക്കും ഉണ്ടാവുക. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ LDC LGSന്റെ കോഴ്സ് നമ്മൾ എടുത്തു വരുന്നുണ്ട്. 200 രൂപയാണ് അതിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതും 200 രൂപ നിങ്ങൾ സെയിം നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക. വിളിക്കേണ്ട കോൾ എനേബിൾഡ് നമ്പർ അല്ല. ഓക്കെ, അതുപോലെ വുമൻ എക്സൈസിന്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതുവരെ നടത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ എക്സൈസിന്റെ എക്സാമിലേക്ക് അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കോഴ്സ് എന്ന് പറയുന്നത് 100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും സെയിം നമ്പറാണ്. അപ്പോൾ ആവശ്യമുള്ളവരെ കണ്ടെന്നുണ്ടെങ്കിൽ എക്സാമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അപ്പോൾ നമ്മുടെ കോഴ്സും കാര്യങ്ങളൊക്കെ എക്സൈസിന്റെ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മെറ്റീരിയൽസ് അതിനനുസരിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ എടുത്ത് വരുന്നുണ്ട്. ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.